90 പേരാണ് 5 ദിവസങ്ങൾക്കകം TP കൊലയാളികളെ കാണാൻ വിയ്യൂർ ജയിലിലെത്തിയത്. ഇതിൽ കണ്ണൂരിൽ നിന്നുള്ള CPMന്റെ പ്രാദേശിക പ്രവർത്തകരും പഴയ തടവ് പുള്ളികളുമുണ്ട്. കോഴിക്കോട് ജയിലിലുണ്ടായതുപോലെ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ കൊലയാളികളെ പ്രത്യേകം സെല്ലുകളിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഇവരെ സെല്ലുകളിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് നേരത്തെ സംഘർഷമുണ്ടായത്. സെല്ലിന് പുറത്തിറങ്ങുമ്പോൾ സംഘടിതരായി ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്നു, ജയിൽ ചട്ടങ്ങൾ പാലിക്കുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ചിലരെ 3 ജയിലുകളിലേക്ക് മാറ്റാനാണ് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരെ മാറ്റുന്ന കാര്യം ജയിൽ വകുപ്പ് ആലോചിക്കുന്നത്. ഇതേസമയം വിയ്യൂർ ജയിൽ സൂപ്രണ്ടിനെ കണ്ണൂരിലേക്ക് മാറ്റിയത് വിവാദമാവുകയാണ്. ഇന്നലെ വൈകുന്നേരം ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അടിയന്തരമായി ഉത്തരവിറക്കാൻ സമ്മർദ്ദമുണ്ടായതായാണ് സൂചന. ഇതിന് CPMന്റെ സമ്മർദ്ദമുണ്ടെന്നാണ് ആരോപണം. പ്രതികളെ മർദ്ദിച്ച സംഭവത്തിലല്ല നടപടിയെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം. വിയ്യൂരിലേക്ക് പ്രതികളെ കൊണ്ടുവന്ന ദിവസവും അടുത്ത ദിവസവും ജയിൽ സൂപ്രണ്ട് മാറി നിന്നു. ഉന്നത ഉദ്യോഗസ്ഥർ വിളിച്ചിട്ട് പോലും ഫോണെടുത്തില്ലെന്നും ആരോപണമുണ്ട്. ഇതാണ് സ്ഥലം മാറ്റത്തിന് കാരണമെന്നാണ് വിവരം. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, തൃശൂർ.